നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കണ്ടന്റ് രേണുസുതി തന്നെയാണ്. ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ചയുടെ മുകളിലായിട്ടുണ്ടാവും ഈ രേണുസുതിയുടെ ഒരു വീഡിയോ ചെയ്തിട്ട്. ഇപ്പോൾ രേണുസുതിനെ വിമർശിച്ചുകൊണ്ട് ഒരു സ്ത്രീ രംഗത്ത് വന്നിരിക്കുകയാണ്. രേണുസുതിയുടെ അതേപോലെ തന്നെ ഒരു അസുഖമുള്ള ഒരു സ്ത്രീയാണ്, ക്യാൻസർ രോഗി തന്നെയാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതിയുടെ അസുഖം അത്ര സീരിയസ് ഒന്നും അല്ല. ആദ്യം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അസുഖം ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ എന്നാൽ ഇവർ പറയുന്നത് അത് അസുഖമുണ്ട്, പക്ഷേ എന്നാൽ ഒരുപാട് സീരിയസ് ഒന്നും അല്ല. കാരണം രേണുസുതി തന്നെ പറഞ്ഞാണ് അസുഖം 3rd സ്റ്റേജ് കഴിഞ്ഞ് 4th സ്റ്റേജിലോട്ടൊക്കെ എത്തിയതാണ്. 2 കീമോ കഴിഞ്ഞ് 3ാമത്തെ കീമോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് രേണുസുതി തന്നെ രംഗത്ത് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പറയുന്ന അത്ര അസുഖമൊന്നുമില്ല, ഇവർക്ക് അസുഖം തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് അസുഖം മൂർച്ഛിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതിയുടെ ഒരു ഡാൻസാണ്. മനസ്സിലായില്ലേ? എന്നാൽ ഈ സ്ത്രീ പറയുന്നത് നോക്കാം, അത് നമുക്ക് കാണാതെ. പക്ഷേ ഇനിയും ചെയ്യാതിരുന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ രേണുവിൻ്റെ കാര്യം ക്യാൻസറാണ്, പുള്ളിക്കാരി 4th സ്റ്റേജിലൂടെയാണ് പോകുന്നതെന്നൊക്കെ കുറച്ചായിട്ട് ആളിങ്ങനെ പറയുന്നുണ്ട്, ഓരോ വീഡിയോസ് കാണുന്നുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരിയുടെ അതേ സിറ്റുവേഷൻ, സെയിം സിറ്റുവേഷൻ എന്ന് ഞാൻ പറയുന്നില്ല, അതിനേക്കാൾ അപ്പുറം ഒരു സിറ്റുവേഷനിൽ കൂടി പോകുന്ന ഒരാളാണ് ഞാൻ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ്. ഞാനിങ്ങനൊരു വീഡിയോ പറയാൻ കാരണം ഇപ്പം ഞാനിവിടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് ക്യാൻസർ പല രീതിയിലും ബാധിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. പുള്ളിക്കാർ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആൾക്കാരിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആളുടെ പിക്ക് ലൈൻ ഇട്ടതിൻ്റെ കാര്യത്തിലായാലും പുള്ളിക്കാരിക്ക് പിക്ക് ലൈൻ ഇട്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഭയങ്കര ഷോയും അത് വെച്ചിട്ട് അതിൽ തൊടുന്നു, ഭയങ്കര ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ സംഭവം ഹൈലി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉള്ളൊരു കാര്യമാണ്. പുള്ളിക്കാരി അതിൽ തൊട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. എനിക്കിപ്പോൾ ഓൾറെഡി കയ്യിൽ ഈ സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഇട്ടതിന് ശേഷം എനിക്കിപ്പോൾ ഈ കയ്യിൽ തൊട്ടാലോ ഒന്നും അറിയത്തില്ല, എൻ്റെ സെൻസറി നെർവ് ഡാമേജായി. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമ്മളത് ചെയ്യുമ്പോൾ ഇതിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. അതേപോലെ ഇൻഫെക്ഷൻ്റെ കാര്യം, നമുക്ക് പബ്ലിക് പ്ലേസിൽ പോകാൻ പറ്റത്തില്ല, ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരും. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇൻഫെക്ഷൻ വന്നിട്ട് വെന്റിലേറ്ററിൽ വരെ പോയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ പുള്ളിക്കാരി ഇതൊക്കെ കാണിക്കുന്നതും ഒരു 4th സ്റ്റേജ് ക്യാൻസറിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ രീതികളും തമ്മിൽ യാതൊരു മാച്ചും ഇല്ല. പുള്ളിക്കാരിക്ക് അസുഖമുണ്ട്, ഓക്കെ ശരിയാണ്, പക്ഷേ എന്ന് കരുതി ഈ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കരുത്. കാരണം ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹൈലി ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് അത്രയും ശ്രദ്ധിക്കണം. അതൊരു ചെറിയ ജലദോഷമാണെങ്കിൽ പോലും ന്യൂമോണിയ ആവും, നമുക്ക് വെന്റിലേറ്റർ ആ ഒരു ലെവലിലേക്ക് എത്താനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വെറുതെ ആൾക്കാരിലേക്ക് തെറ്റിദ്ധാരണ പരത്താതിരിക്കുക. വയ്യാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇരിക്കുക, അതും ചിരിക്കേണ്ട അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട, വീഡിയോസ് ചെയ്യേണ്ട എന്നല്ല. ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കുക. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റിന് ഏകദേശം 56 ലക്ഷം രൂപയോളം ഇതുവരെ തന്നെ ഞങ്ങൾക്ക് ചിലവായി. എനിക്കിവിടെ അമൃതയിൽ ഓങ്കോളജി, റുമറ്റോളജി, ന്യൂറോ, നെഫ്രോ, കാർഡിയോ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇനിയും എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് നമ്മൾ ഒരു ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. പുള്ളിക്കാരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, എന്നിട്ട് മെഡിസിൻസിന് തെറ്റായ എമൗണ്ട്സ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. നമുക്കിവിടെ തന്നെ കീമോ ചെയ്യാനും ഇതിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഓരോ പേഷ്യൻസിനെ കാണുമ്പോൾ 1 മാസം പ്രായ കുഞ്ഞുങ്ങൾ വരെ ഇവിടെ ട്രീറ്റ്മെൻറ്റ്സിന് വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പാരൻസിനായാലും പുള്ളിക്കാർ കൊടുക്കുന്നത് ഫുള്ള് നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസാണ്, ഒന്നും കറക്റ്റായിട്ടുള്ള രീതിയിലല്ല. കാരണം നമ്മളിതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു കീമോ സ്റ്റാർട്ട് ചെയ്തൊരു പേഷ്യൻറ്റ് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് വൊമിറ്റിങ്, ക്ഷീണം കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവും. പക്ഷെ പുള്ളിക്കാരുടെ രീതിയിലൊന്നും ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. അതേപോലെ ഹെയർ ഫാളിൻ്റെ കാര്യം, പുള്ളിക്കാരി പറയുന്ന ഹെയർ പോയി, പുരികം പോയി, കൺപീലി പോയി, ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് അത് മൈക്രോ ബ്ലേഡിങ് ചെയ്തതുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ്. പക്ഷെ എന്തോ എനിക്കതൊന്നും ഒട്ടും ഇതുവരെ സെറ്റായിട്ടില്ല. മേ ബി പുള്ളിക്കാരിക്ക് ക്യാൻസർ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ വെറുതെ മറ്റുള്ളവരിലേക്ക് ഒരു തെറ്റിദ്ധാരണ കൊടുക്കുക. കണ്ടില്ലേ ആ സ്ത്രീ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു വിശ്വാസമില്ല. രേണുസുതി അഭിനയമാണോ, അസുഖമുണ്ടോ ഇല്ലയോ? ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അസുഖമൊന്നും ഉണ്ടാകത്തില്ല, ചെറിയ എന്തെങ്കിലും തുടക്കം മാത്രമേ ആയിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ രേണുസുതി തന്നെയാണ് ഇത് പറയിപ്പിക്കുക. കാരണം എന്താ വെച്ചാൽ രേണുസുതിയുടെ മുടിഞ്ഞ ഡാൻസ്, നിങ്ങളുടെ വീഡിയോയിലൂടെ രേണുസുതി നീ ഒരു കാര്യം ചെയ്യും, നിന്റെ വീഡിയോയിൽ
നീ വീഡിയോ ചെയ്ത കുഴപ്പമൊന്നുമില്ല, നിനക്ക് വരുമാനം ഉണ്ടാകാൻ, നിനക്ക് നിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി വരുമാനം ഉണ്ടാക്കിയിട്ട് വേണം നിനക്ക് നിൻ്റെ ചികിത്സയ്ക്കുള്ള കാശ് ഉണ്ടാക്കാൻ. ഓക്കെ, പക്ഷേ ഇങ്ങനെ ഈ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഡാൻസ് ഒന്നും ചെയ്യരുത്. പൊന്നു രേണുസുതി, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം നിന്നിട്ട് ആൾക്കാർ തെറി പറയാണ്, വർക്കാണ്, പുരിയാണ്. ചില ചാനലുകളിലൊക്കെ ചില ചാനലുകളുടെ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാണല്ലോ പിന്നെ നമ്മൾ തന്നെ നാണം കെട്ട് പോകും. തെറിയുടെ ഒരു അഭിഷേകമാണ്, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ എന്തെങ്കിലും പാട്ട് പാടുക, നിങ്ങൾ നല്ല പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പാട്ട് പാടുന്നുണ്ട്, മാതാവിൻ്റെ ഭക്തിഗാനമൊക്കെ പാടുന്നുണ്ട്, പള്ളി ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളൊക്കെ നിങ്ങൾ പാടുന്നുണ്ട്. നിങ്ങൾ ഈ അസുഖമായിട്ട് കിടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ പാടുന്നുണ്ട്, പാടിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് ദേഹം ഇളകിയിട്ടുള്ള ഡാൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, മനസ്സിലായില്ലേ? ഇപ്പം ഈ സ്ത്രീ തന്നെ നിങ്ങളെ ഒരു വിശ്വാസമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ സ്ത്രീയുടെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നിയത്, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ള കെണി ഒരുക്കരുത്, നിങ്ങൾക്കുള്ള കുഴി നിങ്ങൾ തന്നെ തോണ്ടരുത്. രേണുസുധിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഡാൻസ് കളിക്കോ കളിക്കാതിരിക്കോ അത് ഇപ്പോഴൊന്നും അല്ല. നിങ്ങൾ അസുഖം മാറിയിട്ട് നിങ്ങൾക്ക് ആരോഗ്യത്തിലോ ഡാൻസിലോ ഒക്കെ അഭിനയിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പം നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൈയും കാലും ഒന്നും ഇളകരുത്, ശരീരം ഇളകാതിരിക്കണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ പിന്നെ എന്താ ഈ ചെയ്ത് കാണിക്കുന്നതൊക്കെ എന്താണ്? എനിക്ക് സംഭവം കണ്ടിട്ട് ചിരി വരുന്നുണ്ട്, ഒരു ദേഷ്യവും വരുന്നുണ്ട് നിങ്ങൾ കാണിക്കുന്നത് കണ്ടിട്ട്. നിങ്ങളുടെ അസുഖം മാറാനായിട്ട് എല്ലാവരും പറയുന്നു. നിങ്ങളുടെ അസുഖം മാറി നിങ്ങൾ പഴയ രീതിയിൽ തന്നെ, നിങ്ങൾ പഴയ രേണുസുധിയായിട്ട് തന്നെ തിരിച്ചു വരണം. അപ്പോൾ നിങ്ങളുടെ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങി കുത്തിയിരിക്കണം. ഈ രേണുസുധിയുടെ ഡാൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഞാൻ പാട്ടൊന്ന് മ്യൂട്ട് ചെയ്യണ്ടേ. ഇതിന്റെ അത് നോക്കിക്കഴിഞ്ഞാൽ ആ പിക്ലൈനുള്ള കയ്യും വെച്ചിട്ട് അവര് കാട്ടിക്കൂട്ടുന്നത് നോക്കി, അതൊക്കെ മടക്കി ശരിക്കും കയ്യൊക്കെ അതിന് തിരിച്ച് മടക്കി കൊടുക്കുന്നുണ്ട്. ഈ പിക്ലൈൻ എന്താണ്, കൃത്യമായിട്ട് ഈ സാധനം എന്താണ്, അത് കയ്യിൽ നിന്ന് വിട്ടു എന്തോ ടേപ്പ് ഒട്ടിച്ചു വെച്ചേക്കണത്. ഇല്ലേ എടാ, ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് തുള്ളാൻ പാടില്ല. നിങ്ങൾ ആരെങ്കിലും അറിയാവുന്ന ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ട് ചോദിച്ചു നോക്ക്. ഈ പിക്ലൈൻ ഒന്നാമത്തെ ഇടുന്നത്, എൻ്റെ ഒരു ചെറിയ പരിമിതമായിട്ടുള്ള അറിവാണ്. പിക്ലൈൻ ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ കീമോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെയിൻ കിട്ടാത്തൊരു പ്രശ്നം, ഒരു സിറ്റുവേഷൻ വരും, ഒരു ടൈം. ആ ടൈമിലാണ്, എൻ്റെ അറിവ് ശരിയാണ്, ആ ടൈമിലാണ് പിക്ലൈൻ ഇടുന്നത്. പിന്നെ പിക്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെയാലും ഇതുപോലെ ഇങ്ങനെ കിടന്ന് തുള്ളാനും കൈയിട്ട് കറക്കാൻ നിന്ന് കഴിഞ്ഞാൽ വെയിന് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും അത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നത്, ഇവര് ശരിക്കും ഇവര് സെല്ലോ ടേപ്പ് ചൊട്ടിച്ച് വെച്ചേക്കുന്ന സാധനമുള്ളത്. ഈ കയ്യും വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് സർക്കസ് കാണിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും അതൊരു കണ്ടില്ല. ആ ഡാൻസ് കൈയും പിക്കിലയും വെച്ച വലത്തെ കൈയാണ് ആ കൈ ഇളകുന്നുണ്ട്, നല്ല രീതിയിൽ ഇളകുന്നുണ്ട്. രേണുസുധി ഒരു മറ്റേ ഈ പാമ്പ് കടന്ന് പൊളയുന്ന പോലെ കടന്ന് പൊളയുവാണ് ഡാൻസ് കളിച്ചിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള പണി രേണുസുധി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രേണുസുധി ഒരു കാര്യം, ഇനിയെങ്കിലും മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഒതുക്കിയിരുന്ന് നിന്റെ ആ അസുഖം രോഗം മാറ്റാൻ നോക്കെ. പക്ഷെ നീ ഇങ്ങനെ ഇളകി തുള്ളിക്കോട്ട് നടന്നു കഴിഞ്ഞാൽ നിന്റെ അസുഖം ഒരു കാലത്തും മാറാൻ പോണില്ല. ഞാൻ നിന്നെ ശപിക്കുകയല്ല, ഞാൻ കാര്യം പറയണം. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കാണുന്നത് ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്. നിന്നെ ആൾക്കാർക്ക് പിന്നെ ചില ചാനലുകളുടെ കമൻ്റൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതായി പോകുന്നു. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനും ഇനിയുള്ള ആൾക്കാരെ കൊണ്ട് ഒന്ന് പറയിപ്പിക്കാതിരിക്കാനും നീ തന്നെ ചെയ്യണം. നിന്റെ കാര്യങ്ങൾ നിന്റെ തടി നീ ശ്രദ്ധിക്കുക. എന്തിനാ ഇങ്ങനെ കിടന്ന് ശരീരമൊക്കെ ഇളകിയിട്ട് ആകെ ഒരുക്കി മറിഞ്ഞ് മാറ്റി. അത് നിനക്ക് നിന്റെ അസുഖത്തിൻ്റെ നിന്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. കാരണം നിന്റെ വീഡിയോ ഞാൻ ചെയ്യാനെന്താണെന്ന് വെച്ചാൽ നിന്റെ ഇപ്പോഴത്തെ അസുഖമൊക്കെയാണ്. ഇപ്പോൾ നിന്റെ ഒരു കണ്ടന്റ് ഇപ്പോൾ ഒരു ചാനലുകാർ അങ്ങനെ എടുത്തിരുന്നില്ല. 1-2 ചാനലിൽ ഇപ്പോൾ ഞാൻ കണ്ടതാണ്. ഞാനിപ്പോൾ ആ ഭാഗം വെട്ടിയെടുത്തിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊന്നും ചാടി കളിക്കരുതെന്നാണ് പല ചാനലുകാരും പറയുന്നത്. ഈ നിനക്ക് കണ്ടന്റ് ചെയ്യുക, ഇഷ്ടം പോലെ കണ്ടന്റ് ചെയ്യുക. നീ എനിക്ക് പാട്ട് പാടാം. നിനക്കല്ലെങ്കിൽ ശരീരം ഇളകാതെ തന്നെ എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പിന്നെ ഷോർട്ട് വീഡിയോയോ നിനക്കിപ്പോൾ നീ ഏത് വീഡിയോ ചെയ്താലും നിനക്ക് വരുമാനം കിട്ടും. കാരണം നീ ഒരു സെലിബ്രിറ്റിയാണ്, ബിഗ് ബോസിലൊക്കെ പോയാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിനക്കൊരു പരിഗണന ഉണ്ടാവും. നിനക്ക് നിന്റെ പിന്നെ ഈ ഇത് കാണാനായിട്ട് ആളുകളും ഉണ്ടാവും. മനസ്സിലായില്ല? ഷോർട്ടായാലും വീഡിയോ ആയാലും ഒക്കെ. പക്ഷെ അതൊന്നും അവരുടെ തടിയേൽ കൊണ്ടിട്ടുള്ള ഒരു പരിപാടിയാകരുത്. കാരണം നമ്മുടെ ശരീരം ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ അസുഖം
മറ്റുള്ള പനി വരുന്ന പോലെ ഒന്നും അല്ലത്. മനസ്സിലായില്ലേ? കാരണം ഇത്ര ലക്ഷണം കണ്ട ഒരു രോഗം മനുഷ്യന്മാർക്ക് വരാതിരിക്കില്ല ആർക്കും. അപ്പം ഇനിയെങ്കിലും വന്ന രോഗം എങ്ങനെയും മാറ്റം നോക്കും. ആൾക്കാർ പറയുന്നത് കേട്ടില്ല, നിനക്ക് നീ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, പക്ഷേ കാണുന്നത് ഞങ്ങൾക്കൊക്കെ ഒരു വിഷമം. ശരി എന്നാ, ഓക്കെ ബൈ.